ഹലോ പ്ലസ് വൺ സ്റ്റുഡൻസ്, നിങ്ങൾ 2025 കാണാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണിത്. നിങ്ങളുടെ ഫൈനൽ എക്സാം ചാപ്റ്റർ വൈസ് വെയിറ്റേജ്. ഈ കാര്യം വീഡിയോ ഫുള്ളായിട്ട് കേൾക്കുക. കാരണം എന്താ, ഞാൻ ഓരോ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. ആൻഡ് ഓരോ സബ്ജക്ട്സ് പഠിക്കാനുള്ള കുറച്ച് ടെക്നീക്സൊക്കെ ഞാൻ പറഞ്ഞുതരാം, ട്രിക്സൊക്കെ. ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ചെയ്യാവുന്ന കുറച്ച് മിസ്റ്റേക്സ് ഞാൻ പറഞ്ഞത് അവസാനത്തെ 2 മാസം ഏറ്റവും ക്രൂഷ്യൽ കാര്യങ്ങൾ പറഞ്ഞാൽ. അപ്പോൾ ഫുള്ളായിട്ട് കേൾക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒന്നും പേടിക്കേണ്ടോ, എക്സാമിനർ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മുടെ വെയിറ്റേജിലേക്ക് വരികയാണ്. ഞാൻ ആദ്യം തന്നെ മാത്തമാറ്റിക്സ് അങ്ങ് ഡിസ്കസ് ചെയ്യും. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻപുട്ട് തരാനുള്ളത് മാത്തമാറ്റിക്സ്. ഓക്കെ, മാത്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്കൊന്ന് പാറ്റേൺ വേഗം അനലൈസ് ചെയ്യാം. 7, 7, 6, 4, 3, 7. അയ്യോ, SSLC പോലെയല്ല. SSLCയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ആദ്യത്തെ 2 ചാപ്റ്റർ ഭയങ്കര മാർക്ക്, ട്രിഗ്നോമെട്രി നല്ല മാർക്ക്, അങ്ങനെ കുറച്ച് ചാപ്റ്റേഴ്സ് ഭയങ്കര മാർക്കും ചില ചാപ്റ്റേഴ്സ് ഭയങ്കര കുറവ് മാർക്കും. അപ്പോൾ ആ സെയിം പാറ്റേൺ നോക്കുമ്പോൾ നമുക്കറിയാം പ്ലസ് വണ്ണിൽ എന്താണ്, അങ്ങനെയാണ് സാറ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ഭയങ്കര മാർക്കൊന്നുമില്ല. നിങ്ങൾ കഷ്ടപ്പെടുന്നവർ അത്രയും. നമ്മൾ കഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പറയും 60 മാർക്കിൽ ഒരു 15 മാർക്കെങ്കിലും ലിമിറ്റ്സിന് കൊടുക്കണം. അത് അത്രയും കഷ്ടപ്പാടുണ്ട് അല്ലേ. പക്ഷെ അത്രയും കഷ്ടപ്പാടിനുള്ള പക്ഷെ ഓൺലൈനിൽ മക്കളെ, ഇത് ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ 9 മാർക്കിനുള്ളതുണ്ട്. പ്രോബബിലിറ്റി ഉണ്ട്. പ്രോബബിലിറ്റി എന്തോ മാർക്ക് കൂട്ടാൻ കാരണം അത് അവസാനം നിങ്ങൾ ഇന്നേ വരെ എക്സാമിൽ എഴുതാത്തതുകൊണ്ടാണ് കേട്ടോ. സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ സിമ്പിളാണ്. ഓക്കെ, കോണിക് സെക്ഷൻ മാർക്കുണ്ട്, ഇത് മാർക്കുണ്ട്, ഇത് മാർക്കുണ്ട്, ഇത് മാർക്കുണ്ട്. ഓക്കെ, ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ട, 60 മാർക്കിൻ്റെ എക്സാമാണ്. ഓക്കെ, നിങ്ങളുടെ പേപ്പർ ചിലപ്പോൾ 80 മാർക്കിന് അതിനെക്കാട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങൾ സെറ്റായിട്ട് അടിപൊളിയായിട്ട് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഫസ്റ്റ് കാര്യം, നിങ്ങൾ എപ്പോഴും ഒരു മിസ്റ്റേക്ക് ഏത് സബ്ജക്റ്റ് ഉണ്ടാക്കുന്നതെന്ന് ചെയ്യുന്നത്, ഇനിയിപ്പോൾ നിങ്ങൾ ഈ ആഴ്ച മൊത്തം മാത്സ് പഠിക്കാൻ വിചാരിക്കും. നിങ്ങൾ എന്ത് ചെയ്യും, ആദ്യത്തെ ചാപ്റ്റേഴ്സ് തുടങ്ങും. മക്കളെ, നിങ്ങളെല്ലാവരും ആദ്യത്തെ ചാപ്റ്റേഴ്സ് അതിഭീകരമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അത് വീണ്ടും നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ട. നിങ്ങൾ വിചാരിക്കുന്നതാ, നിങ്ങൾ 14 ചാപ്റ്റർ നിങ്ങൾ 14 ദിവസം നിന്ന് പഠിക്കാമെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ദിവസം സെറ്റ്സ് ഭയങ്കര ഹാപ്പി, ഭയങ്കര സുഖം. സെക്കൻഡ് ദിവസം റിലേഷൻ, അതും അങ്ങനെ 5-6 ദിവസം നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു പോകും. പിന്നെ പ്രശ്നം എന്താണ്, നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ചാപ്റ്റേഴ്സ് ആയിരിക്കും അറിയാത്തത്. ഇത് ഒരു ദിവസം കൊണ്ട് അപ്പോൾ തീർക്കാൻ പറ്റൂല. 2 ദിവസം എടുക്കും, സങ്കടമാവും, 3rd ഡേ എടുക്കും, കഷ്ടമാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഇവിടെയൊക്കെ എടുത്തുമ്പോൾ കൊടുക്കും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും എന്നാൽ ആദ്യത്തെ ചാപ്റ്റേഴ്സ് ആദ്യം പഠിച്ച് സന്തോഷിക്കാം, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയാത്ത ചാപ്റ്റേഴ്സ് എന്നുള്ള ലിസ്റ്റ് ഉണ്ടാക്കുക. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് മാത്രം ആദ്യം പഠിക്കുക, എന്നിട്ട് ഇത് റിവൈസിന് ഉപയോഗിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ട്രെയിറ്റ് ലൈൻസ് അറിയില്ല, അത് പഠിച്ചു. പിന്നെ ഹാപ്പിനെസ്സിനൊരു സെറ്റ്സ് പഠിച്ചു, കോണിക് സെക്ഷൻ പഠിച്ചു, ഒരു റിലേഷൻ പഠിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു ടഫ് ഒരു ഈസി അങ്ങനെ പഠിച്ചു പോകാൻ നോക്കുക. പിന്നെ മാർക്കിൻ്റെ വെയിറ്റേജ് അനുസരിച്ച് ചെയ്യുക. പിന്നെ ഓവർ വെയിറ്റേജ് റിലേ ചെയ്ത് കഴിഞ്ഞ വർഷത്തെ വെയിറ്റേജ് ആണ്, അത് തന്നെയായിരിക്കും ഈ വർഷം വരാൻ ചാൻസ് ഉള്ളത്. മോഡൽ എക്സാം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. NCERTയും ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യാൻ മറക്കരുത് മക്കളെ. ഈ വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എക്സാം ടഫാണ്, നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്തു. കാരണം അവിടെ നമ്മൾ അതിഭീകരമായ ഷോർട്ട് നോട്ട്സ്, മക്കളെ ഇതൊക്കെ കണ്ടു തീർക്കാനുള്ള സമയം ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടാവില്ല. സെലക്റ്റീവായിട്ട് ചാപ്റ്റേഴ്സ് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിരിക്കും. പക്ഷേ ഷോർട്ട് നോട്ട്സ് ആയിരിക്കും നിങ്ങൾ രക്ഷപ്പെടുത്താൻ പോകുന്നത്. പ്ലസ് 1 പ്ലസ് 2 ലൈവ് എടുക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും കുട്ടികൾ പറയുന്നത്, ആ നോട്ട്സ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. ആ ഷോർട്ട് നോട്ട്സ് കിട്ടിയാൽ പിന്നെ നിങ്ങൾ സെറ്റാണ്. അതിലെല്ലാം ഫോർമുലയിൽ എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷൻ 1/4 മണിക്കൂർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ ചാപ്റ്ററിന് നിങ്ങൾ വേറെ നോട്ട്സ് ഉണ്ടാക്കണം, അത് മതി. പിന്നെ അതുപോലെ അത് PYQസിന് നോട്ട്സും കിട്ടും, വീഡിയോസും കിട്ടും. ഇത് തന്നെ ചെയ്താൽ നിങ്ങൾക്ക് ഒരു 90% കിട്ടും. പിന്നെ നിങ്ങൾക്ക് മാത്സിലൊക്കെ ആകുമ്പോൾ NCERT ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ NCERT വീഡിയോ സൊല്യൂഷൻസ് ഉണ്ട്, PDF സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതായി എല്ലാം സെറ്റാണ്. ഇതിൻ്റെ അപ്പുറം നിങ്ങൾക്ക് ചോദിക്കാനില്ല, എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വേഗം തന്നെ അഡ്മിഷൻ എടുത്തോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് പൈസ കൊടുത്ത് ജോയിൻ ചെയ്യുന്നതിനേക്കാളും ഫ്രീ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പ്ലസ് 2 ബാച്ച്, നിങ്ങൾ പ്ലസ് 2 ഏത് ബാച്ചിലേക്ക് ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് എന്താണ് പ്ലസ് 1 റിവിഷൻ ബാച്ച് ഫ്രീ ആയിട്ടും ഡീറ്റെയിൽസ് എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, റെഡി. ഇനി നമ്മൾ വരികയാണ് ഫിസിക്സിലേക്ക് ഒന്ന് വേഗം അനലൈസ് ചെയ്ത്. ഫിസിക്സിൽ എന്നാൽ അങ്ങനെയല്ല, ചില ചാപ്റ്റേഴ്സിന് കുറച്ച് വെയിറ്റേജ് കൂടുതലുണ്ട് അല്ലേ. ഏതൊക്കെ ആവുമാരുതാ, മോഷൻ ഇൻ എ പ്ലെയിനിന് 10, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സും സോളിഡ്സും നല്ല മാർക്കുണ്ട്. അതൊക്കെ അത്യാവശ്യം നല്ല മാർക്കുണ്ട്. ഇവന്മാരും അത്യാവശ്യം മാർക്കുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് വെച്ച് ഫുള്ളി റിലായിരുന്നു. മോഷൻ ഇൻ എ പ്ലെയിൻ നിങ്ങൾ നന്നായിട്ട് പഠിച്ചതാടോ, ഫസ്റ്റ് ടേമിലും സെക്കൻഡ് ടേമിലൊക്കെ പഠിച്ചതല്ലേ, ഇവനും നിങ്ങൾ പഠിച്ചതല്ലേ. ഇവരൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ട്. ലാസ്റ്റ് ചാപ്റ്റേഴ്സിന് ഭാഗ്യകരമായിട്ട് എന്താണ്, കുഞ്ഞു ചാപ്റ്റേഴ്സാണ്, മാർക്കുകളും കുറവാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെയിറ്റ്. പിന്നെ ക്ലാസ്സുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഓക്കെ, ഈ ക്ലാസ്സുകളൊക്കെ യൂട്യൂബ് ക്ലാസ് ആയിട്ട് ലൈവായിട്ട് നടക്കുന്നുണ്ട്, അത് പോയി കാണുക. അല്ലെങ്കിൽ നിങ്ങൾ ബാച്ചിലുള്ളവരാണ്, ഷോർട്ട് നോട്ട്സ് പോയി കാണുക. ഓക്കെ, വീണ്ടും ഈ ചാപ്റ്റേഴ്സ് പഠിച്ച് ഹാപ്പി ആയിട്ട് ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ കഷ്ടപ്പെടുന്നതിനേക്കാളും ഒന്ന് ഓൾട്ടർനേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ആദ്യം ടഫ് ചാപ്റ്റേഴ്സ് പഠിച്ചിട്ട് ഫസ്റ്റ് ചാപ്റ്റേഴ്സിലേക്ക് പോവുക. ഓക്കെ, റെഡി ആണല്ലോ, ആ കാര്യങ്ങൾ മനസ്സിലായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മാത്സ് കഴിഞ്ഞ് ഫിസിക്സ് കഴിഞ്ഞ് കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ ഏറ്റവും ഹാപ്പി ന്യൂസ് എന്താണ് മക്കളെ, ചാപ്റ്റേഴ്സ് കുറഞ്ഞു അല്ലേ. ചാപ്റ്റേഴ്സ് കുറഞ്ഞു എന്നുള്ള സിറ്റുവേഷൻ ഉണ്ട്. ആൻഡ് നമുക്കിതിലേക്ക് നോക്കിയാൽ മനസ്സിലാവും, ഓർഗാനിക്സ് മക്കളെ, ഓർഗാനിക്കിലേക്ക് വരുമ്പോൾ
12 മാർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഓർഗാനിക് നന്നായിട്ട് പഠിക്കും മക്കളെ. ഞാൻ വീണ്ടും പറയണം, ഓർഗാനിക് ഞാൻ നിങ്ങളുടെ കെമിസ്ട്രി ടീച്ചർ അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് വരെ ഞാനും ഓർഗാനിക് പഠിച്ചിട്ടുണ്ട്. ആദ്യം ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ ഓർഗാനിക് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വീണ്ടും വീണ്ടും മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഇതാണ്. ഇത് നിങ്ങൾ +2 ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ +1 നന്നായിട്ട് അങ്ങ് പഠിച്ചു പോയിക്കോ. ഓക്കെ, റീഡോക്സ് റിയാക്ഷൻ ഒക്കെ 3 മാർക്കാണ്. പിന്നെ നമുക്ക് വരുന്നതാണ് കെമിക്കൽ ബോണ്ടിങ് ഇക്വിലിബ്രിയം അടിപൊളിയായിട്ട് പഠിക്കുക. സ്ട്രക്ചർ ഓഫ് ആറ്റം എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇതിനേക്കാളും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ +1 ഉണ്ടാവില്ല അല്ലേ. പിന്നെ തെർമോഡൈനാമിക്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പഠിക്കുക. പിന്നെ ഇക്വിലിബ്രിയം ഒന്നും വിടരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വെയിറ്റേജ് നോക്കുക. അവസാനത്തെ ചാപ്റ്റർ ഓർഗാനിക് നല്ല മാർക്ക് ഉണ്ടെന്ന കാര്യം മറക്കരുത്. അടിപൊളിയായിട്ട് പഠിക്കാം. മാത്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ബയോളജിയിലേക്ക് വരുമ്പോൾ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടാളും ഇമ്പോർട്ടൻ്റ്, ഇവർ 3 ആൾക്കാർ ഇവർ. ഓക്കെ, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ അല്ലേ. അവസാനത്തെ എല്ലാം ഏകദേശം ഒരേ വെയിറ്റേജ് അല്ലേ. ആദ്യത്തെ 2 ചാപ്റ്റർ നിങ്ങൾക്കറിയാം സിമ്പിളാണ്, അതുകൊണ്ട് കുറേ ചോദ്യങ്ങളില്ല. ബാക്കി എല്ലാം തന്നെ ഒരു ഈക്വലി ഇമ്പോർട്ടൻറ്റ് വെയിറ്റേജ് ആണ്. അടിപൊളിയായിട്ട് പഠിച്ചു പോവുക. ഓക്കെ, സെറ്റ്. സുവോളജി ബോട്ടറി ആ കാര്യം മറന്ന്. സുവോളജിയിലേക്ക് വരുമ്പോൾ എന്താണ് അവസ്ഥ? സുവോളജിയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം കുറേ പഠിക്കാനുണ്ട്. പിന്നെ മക്കളെ നിങ്ങൾ മാർക്കിനനുസരിച്ച് നോക്കി പഠിക്കുക. എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ 1 മാർക്കൊക്കെ വരുന്നുള്ളൂ. ലിവിങ് വേൾഡിൽ നിന്ന് 1 മാർക്കേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതത്രയും ചെറിയ ചാപ്റ്റർ ആണെങ്കിൽ, എനിക്ക് എൻ്റെ എക്സ്പെർട്ടീസിൽ ഒരു ചെറിയ ചാപ്റ്റർ ആണെങ്കിൽ ചെറുതായി പെട്ടെന്ന് പഠിച്ചെടുക്കുക. ടൈം അത്ര അലോക്കേറ്റ് ചെയ്താൽ മതി. പഠിക്കരുതെന്നല്ല, അത്രയും പഠിച്ചിട്ട് വേണം തീർക്കുക. ഓക്കെ, അതാണ് ഇമ്പോർട്ടൻറ്റ് കാര്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പിന്നെ എല്ലാത്തിനും ലൈവ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആ കാര്യം മറക്കരുത്. ഓക്കെ, സെറ്റ്. പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞത് കമ്പ്യൂട്ടർ സയൻസ് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലായി അല്ലേ. ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിങ്, അതിൽ കുറച്ച് തിയറികൾ, വളരെ സിമ്പിൾ ഡേറ്റ, ബൂലിയൻ ആൾജിബ്ര, കൺവേർഷനൊക്കെ പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം സിമ്പിൾ ചാപ്റ്ററാണ്. പ്രിൻസിപ്പൾസ് ഇത് തുടങ്ങിയ പിന്നെ C++ൻ്റെ പൂരമാണ്. ഓക്കെ, പിന്നെ അറേസും കാര്യങ്ങളൊക്കെ പഠിക്കണം. IO ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ പഠിക്കണം. ഇതൊക്കെ തിയറി. ഇത് മക്കൾ ഇത് രണ്ടൊക്കെ തിയറിയാണ്, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ്. തിയറി പഠിച്ചെടുക്കാം. ഓക്കെ, പിന്നെ ഇവിടെയൊക്കെയാണ് C++ന് ഇൻഡെപ്ത് വരുന്നത് അല്ലേ. അതിങ്ങ് ഒരു പ്രാവശ്യം പഠിച്ചാൽ തീരുന്ന കാര്യങ്ങളുള്ളൂ. ഓക്കെ, എന്താണ് നിങ്ങൾ പ്രാക്ടിക്കലിലും പഠിക്കണം +2. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഇതും സിമ്പിൾ ചാപ്റ്റേഴ്സ്, നിങ്ങളെ കൊണ്ട് പറ്റും. അടിപൊളിയായിട്ട് പഠിച്ചാൽ മതി. അതിൻ്റെ ക്ലാസ്സും എവിടെ തരും? യൂട്യൂബിലുണ്ടാവും. ഓക്കെ, അതോടെ നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞു. പിന്നെ ആരും ഒന്നും പേടിക്കണ്ടോ, എക്സാമിനറിൻ്റെ കൂടെ നിങ്ങൾ SLC മുതലും ചെറുപ്പം മുതൽ കണ്ടു തുടങ്ങിയ ചാനലാണെന്നറിയാം. ഒന്നും പേടിക്കണ്ട, എവിടെയും പോകുന്നില്ല, നമ്മളുണ്ടാവും ഫൈനൽ എക്സാമിന്, മോഡൽ എക്സാമിന്, എല്ലാത്തിനും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് പഠിക്കാൻ തുടങ്ങുക. ഓക്കെ, നിങ്ങൾ ഇപ്പോഴെങ്കിലും നമ്മൾ ആ A+, ഫുൾ A+, അല്ലെങ്കിൽ ഫുൾ മാർക്ക് അല്ലെങ്കിൽ ഫുൾ A+ ജേണി സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അത് സ്റ്റാർട്ട് ചെയ്തൊന്ന് കാണിക്കാൻ വേണ്ടി കമൻറ്റ് ചെയ്യുക. അത്രയെങ്കിലും ധൈര്യം ഉണ്ടാവണം. എനിക്ക് ചിലവർക്ക് ധൈര്യമുണ്ട്, അത് പറഞ്ഞാൽ പിന്നെ സാറേ മോശമായി ഇപ്പോൾ അവിടെ നിങ്ങളത് നോക്കണം. നിങ്ങളെ ധൈര്യം വേണം നിങ്ങൾക്ക് മേടിക്കാൻ പറ്റണം. അപ്പോൾ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക, ഫുൾ A+ ജേർണി സ്റ്റാർട്ടഡ് അല്ലെങ്കിൽ ഫുൾ മാർക്ക് ജേർണി സ്റ്റാർട്ടഡ് എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ധൈര്യത്തോടെ ഇരിക്കുക. നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കൂടെ നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അതിവിടെ യൂട്യൂബിൽ ഈ കമൻറ്റ് ആകുമ്പോൾ ഞാൻ കാണുമല്ലോ. ഓക്കെ, എക്സാം കഴിഞ്ഞ് റിസൾട്ട് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു കൊടുക്കുക ഫ്രണ്ട്സിന്, ഞാൻ കമൻറ്റ് ചെയ്തു. ഓക്കെ, നമ്മളിവിടെ ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ കാണിച്ചു കൊടുക്കുക ഞാൻ കമൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പം കമൻറ്റ് ചെയ്യുക, സെറ്റാക്കുക. പിന്നെ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, താഴെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ടാറ്റ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.